ഒരു കാലത്ത് ഏറെ പ്രസക്തനും പിന്നീട് അപ്രസക്തനും ഇപ്പോൾ വീണ്ടും പ്രസക്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ്, മുൻ മന്ത്രി, പിന്നെ കെ കരുണാകരന്റെ മകൻ. ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾ അത്രയധികം സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു നേതാവ്. CPM-നെതിരെ എപ്പോഴും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന കരുത്തനായ കോൺഗ്രസിന്റെ നേതാവ്, എപ്പോഴത്തെയും കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ട്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളും ലെഗസിയും പേറുന്ന ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മുരളീധരൻ വീണ്ടും ചർച്ചയാവുകയാണ്. അതായത് വടകരയിൽ മത്സരിച്ച് തോൽക്കാൻ തന്നെയാണോ മുരളീധരന്റെ ഉദ്ദേശമെന്നാണ് ചർച്ചയാകുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ട് മന്ത്രിയാകുക എന്നുള്ളതാണ് മുരളീധരന്റെ മോഹം. ആ മോഹമാണ് ഇപ്പോൾ നഷ്ടമാകാൻ പോകുന്നത്. കാരണം ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ വടകരയിലെ സ്ഥാനാർത്ഥിയായി നേതൃത്വം കൽപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ മുരളീധരനെയാണ്. അത് ആദ്യം മുരളീധരൻ നിഷേധിച്ചെങ്കിലും പിന്നീട് അംഗീകരിച്ചു. പിന്നീട് അദ്ദേഹം വീണ്ടും നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചും അംഗീകരിച്ചും കുറച്ചു കാലം കടന്നുപോയി. ഇപ്പോഴിതാ മുരളീധരൻ നേരിട്ട് വന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് താൻ തന്നെ വടകരയിൽ മത്സരിക്കുന്നുണ്ട് എന്ന്. തനിക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ വലിയൊരു കോൺഫിഡൻസ് തന്നെയുണ്ട്. വടകരയിൽ അദ്ദേഹം നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീർച്ചയായും ജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. വടകരയിൽ ഒരുപക്ഷെ CPM-ന്റെ സ്ഥാനാർത്ഥിയായി KK ശൈലജ വന്നാൽ പോലും ആശയപരമായിട്ടായിരിക്കും മത്സരത്തെ കാണേണ്ടത്, വ്യക്തിപരമായിട്ടല്ല. ഇനിയിപ്പോൾ ശൈലജ വന്നാൽ പോലും തനിക്ക് എവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്, തനിക്കത് അവിടെ ജയിക്കാൻ സാധിക്കും എന്ന് മുരളീധരൻ പറയുന്നുണ്ട്. ശൈലജ എന്ന് പറയുമ്പോൾ CPM-ന്റെ തന്നെ ഏറ്റവും ജനകീയ വ്യക്തിയാണ്. അപ്പോൾ KK ശൈലജയെ പോലും തനിക്ക് ഭയമില്ല, താൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ താൻ ജയിക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മുരളീധരൻ ഇത്രയും കോൺഫിഡൻസ് കാണിക്കാൻ ഒരു ചരിത്രവുമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് P ജയരാജനെ വെച്ചുകൊണ്ടായിരുന്നു CPM വടകര പിടിച്ചെടുക്കാൻ തയ്യാറായത്. അന്ന് CPM-ന് എതിരെ അഥവാ P ജയരാജന് എതിരെ കോൺഗ്രസ് നടത്തിയ തുറുപ്പ് ചീട്ടായിരുന്നു കെ മുരളീധരൻ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനേക്കാൾ മറ്റൊരു മികച്ച നേതാവിനെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കെ മുരളീധരനെ P ജയരാജന് എതിർ സ്ഥാനാർത്ഥിയായി നിർത്തിയത്. അന്ന് P ജയരാജനെ 1,00,000-ൽ പരം വോട്ടുകൾക്ക്, 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ അന്ന് വിജയിച്ചത്. ആ കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത് വടകരയിൽ താൻ മത്സരിക്കുകയാണെങ്കിൽ വടകരയിൽ താൻ തീർച്ചയായും വിജയിക്കുമെന്ന് പറയുന്നത്. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് കെ മുരളീധരനും ഹൈബി ഈഡനും രാജ്മോഹൻ ഉണ്ണിത്താനും TN പ്രതാപനുമെല്ലാം തന്നെ ഇനി തങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിന്റെ പ്രമുഖരായ 4 നേതാക്കന്മാരാണ് തങ്ങൾ ഇനി മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയ സമയത്ത് കോൺഗ്രസ് നേതൃത്വമാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതിനുശേഷമാണ് TN പ്രതാപൻ തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ മുരളീധരൻ വീണ്ടും വടകരയിലെല്ലാം വരുന്നു എന്നുള്ള തീരുമാനം പെട്ടെന്ന് തന്നെ നേതൃത്വം എടുക്കുന്നത്. ആ തീരുമാനം മുരളീധരൻ പലതവണ നിരസിക്കുകയും അതുപോലെ തന്നെ അവഗണിക്കുകയും പിന്നെ വീണ്ടും അത് സ്വീകരിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായതുമാണ്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മുരളീധരൻ ഇത് അംഗീകരിക്കുന്നുണ്ട്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ പലപ്പോഴായി പറയുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് തന്നെ അവഗണിക്കുന്നു എന്നുള്ളത്. അതിന് പലപ്പോഴേ അദ്ദേഹം പല കാലങ്ങളിലായി പല ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും, അതായത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താരപ്രചാരകരുടെ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കി അവിടെ മറ്റ് പുതിയ നേതാക്കളുടെ പേരെല്ലാം തന്നെ വന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിഷമമുണ്ടായിരുന്നു. അതിനെതിരെ അദ്ദേഹം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, അതിനെ വളരെ വലിയ രീതിയിൽ നിഷേധിച്ചുകൊണ്ടൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം അന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താൻ എന്താണെങ്കിലും പ്രചാരത്തിന് ഇറങ്ങുമെന്നും അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം താൻ പക്ഷേ നേതൃത്വമായി സംസാരിക്കുമെന്ന്, ഇക്കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുമെന്നെല്ലാം തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞതുമാണ്. ആ സമയത്ത് ചെന്നിത്തലയുടെ എതിർപ്പും കെ മുരളീധരന്റെ എതിർപ്പും വലിയ രീതിയിലുള്ള ആശങ്ക കോൺഗ്രസിൽ ഉണ്ടാക്കി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും ഒരു അനുനയ നീക്കത്തിന് തയ്യാറായിക്കൊണ്ട് മുരളീധരന് വടകരയിൽ ഒരു സീറ്റ് നൽകാൻ അല്ലെങ്കിൽ വടകരയിൽ മത്സരിക്കണമെന്ന് നിർബന്ധം പറയുന്നത്. ഈ സാഹചര്യത്തിൽ ആദ്യം മുരളീധരൻ പറഞ്ഞ താൻ മത്സരിക്കില്ലെന്നാണ്. മാത്രമല്ല വടകരയിൽ നേതൃത്വം വേറെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാലും താൻ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്നും തനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും വന്നിട്ട് വടകരയിൽ താൻ തന്നെ മത്സരിക്കുമെന്ന് പറയുന്നത്. പക്ഷേ വടകരയിലെ ഈ ഒരു മത്സരത്തിന് മുരളീധരന്റെ ആഗ്രഹവുമായി ഒരു ചെറിയ അസ്വാരസ്യങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മന്ത്രിയാവുക എന്നുള്ളത്
എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുമുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് വടകരയിലെ ലോക്സഭാ സീറ്റിലേക്ക് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം 2 മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്, അദ്ദേഹം കൃത്യമായി പറയുന്നത് വടകരയിൽ താൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് 5 വർഷത്തേക്ക് തന്നെ നോക്കണ്ട എന്ന് തന്നെയാണ്. അതായത് ഒരു ബൈ ഇലക്ഷന് വേണ്ടി താൻ ഇനി തയ്യാറാകില്ല, ഒരു ബൈ ഇലക്ഷന് വേണ്ടി ജനങ്ങൾ നിൽക്കേണ്ട സാഹചര്യം വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അർത്ഥം എന്ന് പറയുന്നത് വടകരയിൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം MP ആയി തന്നെ തുടരുമെന്നാണ്. ഇനി മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അദ്ദേഹം മാറില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിയമസഭയിലൂടെ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് മന്ത്രിയാവുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആ മോഹം അവിടെ പാഴായി പോകും എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം MP ആവുകയാണോ അഥവാ മന്ത്രിയാവുകയാണോ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാലോ തീർച്ചയായും മുരളീധരൻ എടുക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് മന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ്. അത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ വടകരയിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ മന്ത്രിയാവുക എന്നുള്ള ആഗ്രഹം അല്പം മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ പാഴായി പോകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഒരു സസ്പെൻസ് നിർത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. സസ്പെൻസും ടെസ്റ്റും മാത്രമാണ് അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങളിലും നിലപാടുകളിലും എല്ലാം തന്നെ ഉള്ളത്. MP ആയിരിക്കുമ്പോൾ MLA സ്ഥാനത്തേക്കും MLA ആയിരിക്കുമ്പോൾ MP സ്ഥാനത്തേക്കും എല്ലാം തന്നെ മത്സരിക്കാനായി ശ്രമം നടത്തിയ വ്യക്തിയാണ് മുരളീധരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ആ നിലപാട്, അതായത് ലോക്സഭാ സീറ്റിൽ താൻ MP ആയി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിയമസഭയിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ അത് ആ ഒരു വാക്കിൽ ഇനിയൊരു സർപ്രൈസ് ഉണ്ടാകുമോ, ഒരു സസ്പെൻസിനുള്ള സാധ്യതയുണ്ടോ എന്നെല്ലാം തന്നെ വീണ്ടും ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചില നിലപാടുകളും ചില ചരിത്രവും എല്ലാം തന്നെ കാണിക്കുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാക്കിയാണ് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തുറപ്പിച്ചീട് തന്നെയാണ് മുരളീധരൻ എന്ന് പറയുന്നത്. വടകരയിൽ അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് CPM-ന്റെ ഏറ്റവും സംഘടനാ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് വടകര എന്ന് പറയുന്നത്. മാത്രമല്ല എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് KK ശൈലജയാണ്. ഇനി അത്തരം ഒരു സ്ഥാനാർത്ഥി KK ശൈലജയും K മുരളീധരനും തമ്മിലാണ് ഏറ്റുമുട്ടലെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരിക്കും, ഏറെ ഗൗരവമേറിയ ഒരു മത്സരം തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇനി അവിടെ നിന്ന് മുരളീധരൻ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ എന്തായാലും മുരളീധരന് പകരക്കാരനായി കോൺഗ്രസ് മറ്റൊരാളെ എന്തായാലും വടകരയിൽ നിർത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കോൺഗ്രസ് ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥിയെ മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ എന്ന് പറയുന്നത് ഒരു തുറുപ്പുചീട് തന്നെയാണ്. കാരണം മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉള്ള അത്ര അണിബലമോ അല്ലെങ്കിൽ അത്ര തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ശേഖരിക്കാനുള്ള കാപ്പബിലിറ്റിയുള്ള മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം എപ്പോഴും സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് K മുരളീധരൻ എന്ന് പറയുന്നത്. അത് യാതൊരു സാഹചര്യത്തിലും ആ ഒരു നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖങ്ങളായി വരുന്ന VD സതീശനാണെങ്കിലും K സുധാകരനാണെങ്കിലും ചിലപ്പോഴെല്ലാം നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്ത് പാളിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. പക്ഷെ K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല. അതെന്നും സംഘപരിവാറിന് എതിരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ശേഖരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യം തീർത്തും വസ്തുത തന്നെയാണ്, അല്ലെങ്കിൽ വാസ്തവം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPM-നെതിരെ ഇത്രയും ആഞ്ഞടിക്കാൻ അല്ലെങ്കിൽ CPM-നെതിരെ ഇത്രയും രൂക്ഷമായി വിമർശനം ഉന്നയിക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവ് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം K സുധാകരൻ പലപ്പോഴും വിമർശനം ഉന്നയിക്കുമെങ്കിലും അതൊരിക്കലും CPM-നെതിരെ കാണാൻ സാധിക്കില്ല. പിണറായി വിജയനോടുള്ള പോരിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം വരുന്നത് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അണിബലമുള്ള, ഇത്രയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള, ഇത്രയും ന്യൂനപക്ഷ വോട്ടുകൾ ശേഖരിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒരു നേതാവാണ് K മുരളീധരൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ് ഇപ്പോൾ വടകരയിൽ, ഇനിയിപ്പോൾ KK ശൈലജയാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ വടകരയിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് K മുരളീധരനാണെങ്കിൽ ജയിക്കാനായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തുറപ്പുചീട്ട് എന്ന് പറയുന്നത് K മുരളീധരൻ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അറിയാനുള്ള ആകെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ നിലപാടിലും, അതായത് ഇപ്പോൾ മുരളീധരൻ തന്നെയാണ് 2 മാധ്യമങ്ങൾക്ക് മുന്നിൽ, അതായത് മാതൃഭൂമി ന്യൂസിനാണെങ്കിലും ഏഷ്യാനെറ്റിനാണെങ്കിലും നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത് വടകരയിൽ താൻ തന്നെ മത്സരിക്കും, താൻ തന്നെ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മുരളീധരൻ ആയതുകൊണ്ട് തന്നെ ഇനി ഒരു സർപ്രൈസ് ഇതിൽ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ഇനിയുണ്ടോ, ഒരു ട്വിസ്റ്റ് ഇതിൽ പ്രതീക്ഷിക്കാനുണ്ടോ എന്നുള്ളത് മാത്രമേ ഇനി ചിന്തിക്കേണ്ടത് ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്.